ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ പുറത്തേക്കെന്ന് സൂചന. രോഹിത്തിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് BCCIയുമായി നിലനിൽക്കുന്ന തർക്കം പുറത്തേക്കുള്ള വഴിയൊരുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ സമീപകാല ഇന്ത്യൻ ടീം തെരഞ്ഞെടുപ്പിലും BCCIക്ക് അതൃപ്തിയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഖിലാഫ് അഹമ്മദ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഖിലാഫ്, നേരത്തെ തന്നെ ഏറെ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. അദ്ദേഹം ഇപ്പോൾ പുറത്തേക്കുള്ള വഴിയിലാണെന്ന് കരുതുന്നു. എന്താണ് വിവരങ്ങൾ? അർഷൻ, നമുക്കറിയാവുന്നത് പോലെ തന്നെ രോഹിത്തുമായി ബന്ധപ്പെട്ട, അതായത് രോഹിത് ശർമ്മ 2027 ഏകദിന ലോകകപ്പ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തെ തുടർന്നാണ് ഇപ്പോൾ അജിത് അഗാർക്കർ പുറത്തേക്കെന്ന സൂചനകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 2027 ഏകദിന ലോകകപ്പിലേക്ക് രോഹിത് ശർമ്മയെ പരിഗണിക്കേണ്ടതില്ല എന്നായിരുന്നു അജിത് അഗാർക്കറിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയോടുകൂടി താരത്തോട് വിരമിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായിട്ടായിരുന്നു ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെ തന്നെയാണ് താരത്തിന്റെ അജിത് അഗാർക്കറുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന നീക്കത്തിലേക്ക് BCCI നീങ്ങുന്നതായി പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. 2026 ജൂൺ വരെയായിരുന്നു അജിത് അഗാർക്കറിന്റെ കാലാവധി. എന്നാൽ പിന്നീട് ഒരു വർഷത്തേക്ക് കൂടി 2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ തന്നെ ഒരു വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി, അതായത് 2020 ലോകകപ്പിന് ശേഷം അയർലൻഡിനെതിരെയും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയും പരമ്പരകളിലെ ടീം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതൃപ്തി കൊണ്ട് BCCI കടുത്ത അതൃപ്തി എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടാതെ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ അടക്കം രോഹിത് ശർമ്മ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അത് ലോർഡ്സിൽ അടക്കം താരം സെഞ്ചുറി അടിക്കുകയും ചെയ്തു. അതുകൊണ്ട് കൂടി തന്നെ അജിത് അഗാർക്കറിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടാതെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സിംബാബ്വേക്കെതിരെയും അതേപോലെ തന്നെ ഇംഗ്ലണ്ടിനെതിരെയും അയർലൻഡിനെതിരെയുമുള്ള ടീം തെരഞ്ഞെടുപ്പിലും BCCIക്ക് അതൃപ്തിയുണ്ട്. സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങളെ പുറത്തിരുത്തിയത് എന്തിനെന്ന ചോദ്യവും BCCIയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന കാര്യവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ രോഹിത്തുമായി ബന്ധപ്പെട്ട വിരമിക്കൽ അഭ്യൂഹങ്ങളെ BCCI സെക്രട്ടറി ആയിട്ടുള്ള ദേവ്ജിത്ത് സൈക്യ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അത് രോഹിത്ത് ഏതുവരെ കളിക്കുന്ന അതുവരെ ടീമിൽ നിലനിൽക്കുമെന്നായിരുന്നു ദേവ്ജിത്ത് സൈക്യയുടെ മറുപടി. അതുകൊണ്ട് തന്നെ അതിൽ BCCI രോഹിത്തിന് മികച്ച പിന്തുണ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കൂടാതെ പുതിയ മുഖ്യ സെലക്ടറായി എത്താനുള്ള സാധ്യത പരിശോധനകളും ഇപ്പോൾ BCCI നടത്തിയതായാണ് റിപ്പോർട്ടുകൾ. VVS ലക്ഷ്മണാണ് അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. BCCIയുടെ സെന്റർ ഓഫ് എക്സലൻസിന്റെ മേധാവി കൂടിയാണ്. കഴിഞ്ഞ സിംബാബ്വെ പരമ്പരയിൽ ഇന്ത്യയുടെ 2020 പരിശീലകനായി, താൽക്കാലിക പരിശീലകനായി എത്തുകയും ആ ഒരു പരമ്പരയിൽ മികച്ച വിജയം ഇന്ത്യ കൊയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ VVS ലക്ഷ്മണനെ പരിഗണിക്കാനാണ് സാധ്യത. കൂടാതെ മുൻ പരിശീലകനായിട്ടുള്ള രവിശാസ്ത്രിയും അതേപോലെ തന്നെ മുൻ താരവുമായിട്ടുള്ള അശ്വിൻ അടക്കമുള്ളവരുടെ പേരും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.